പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ഇന്ന് കൃപാസന അൾത്താറെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക്
മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പ് തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പിന്നെ ഉണ്ടല്ലോ, ഞാനിപ്പോഴേ ഈ ദിവസങ്ങളിലേ നമ്മുടെ ചാവറ പിതാവില്ലേ, ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, വിശുദ്ധ ചാവറയച്ചൻ, ചാവറച്ചന് പട്ടം കൊടുത്ത ഒരു പിതാവുണ്ട്. ഒരു ഇറ്റാലിയൻ കർമലൈറ്റ്സാണ്, മൗറിലിനൂസ് ടബിലീനി പിതാവ്. 1827 മുതൽ 1831 വരെയാണ് അദ്ദേഹത്തിൻ്റെ വാരാപ്പുഴ വികാരിയാത്തിൽ അദ്ദേഹം ബിഷപ്പായിരുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു മാസമായിട്ട് സബിലി പിതാവിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും പഠനങ്ങളുമാണ്. എൻ്റെ മനസ്സ് പറയണു അങ്ങേരെ ട്രേസ് ഔട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കൊരു ഫ്രണ്ടുണ്ട്, ഫാദർ ജെയിംസ് പുലിയൂരമ്പിൽ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. പാലായിലെ വലിയ അച്ഛനാണ്, സെമിനാരി പ്രൊഫസറാണ്. കോട്ടയം സെമിനാരി കുറേ വർഷങ്ങൾ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം പാലാ സെമിനാരി പോയി അദ്ദേഹമായിട്ട് കണ്ട് സംസാരിച്ചപ്പോൾ സബിലിൻ്റെ പിതാവിനെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നതാണ് അച്ഛൻ. സബിലിൻ്റെ പിതാവിനെക്കുറിച്ചല്ല, അച്ഛൻ്റെ സബ്ജക്റ്റ് ഒരു കാലത്തുണ്ടായിരുന്ന ഡബിൾ റെയിമിനെ കുറിച്ചാണ്. സഭയിലുണ്ടായിരുന്ന 2 അധികാര സ്ഥാനങ്ങളുണ്ടായിരുന്നു, പാതിർവാദവും അതുപോലെ പ്രൊപ്പഗാന്തയും. അപ്പോൾ ഞാൻ അച്ഛനോട് സംസാരിച്ച്, അപ്പം അന്ന് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയതാണ് സബിലിൻ്റെ പിതാവിൽ എന്തോ ഒരു കണ്ടൻറ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങൾ വായിച്ച് ചെന്നപ്പോൾ എനിക്ക് ഒരു സംഭവം കണ്ടതെന്ന് വെച്ചാൽ, സബിലിൻ്റെ പിതാവിൻ്റെ കാലത്താണ് കാറ്റക്കിസം ചേഞ്ച് ചെയ്യണത്. അന്ന് വരെ ഏകാധ്യാപകരാണ് സഭയിലുണ്ടായിരുന്നത്. സബിലിൻ്റെ പിതാവ് അത് 2 അധ്യാപകരെ വെച്ച്, ആണുങ്ങൾക്കൊരു അധ്യാപകർ, സ്ത്രീകൾക്ക് വേറെ അധ്യാപകർ. അങ്ങനെ വെച്ചതിൻ്റെ വേറെ എന്തെന്ന് വെച്ചാൽ സബിലിൻ്റെ പിതാവ് വേറെ കാര്യം ചെയ്ത് സിലബസ് മൊത്തം ചേഞ്ച് ചെയ്തു. സിലബസ് ചേഞ്ച് ചെയ്ത് എന്താ അറിയാമോ? സിലബസ് ദൈവസ്നേഹം, ഒറ്റ സിലബസ് മാത്രം. ആ ഡോക്ട്രിന ക്രിസ്തവ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ ഡോക്ട്രിൻസ്, വിശ്വാസ പ്രമാണങ്ങൾ, അത് മുതിർന്ന പിള്ളേരിലേക്ക് വന്ന പുള്ളിക്കാരൻ ദൈവസ്നേഹം എന്ന സബ്ജക്റ്റ് പഠിച്ചാൽ മതി എന്ന് പറയും. ഡോക്ടറിനെ ക്രിസ്ത്യൻ നിങ്ങൾ ബേസിക് കാരിസം ആദ്യം പഠിച്ചിരുന്നു, ഇപ്പോൾ നിങ്ങൾ മുതിർന്നപ്പോഴിന് ലവ് ഓഫ് ഗോഡ് പഠിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ എന്ത് ഡോക്ടറേറ്റ് എടുത്താലും, നമ്മൾ ഉപരി പഠനങ്ങൾ നടത്തിയാലും, ക്രിസ്ത്യാനിറ്റി ഇരിക്കുന്നത് എപ്പോഴും ഈ ലവ് ഓഫ് ഗോഡിലാണ് ഇരിക്കുന്നത്, ദൈവസ്നേഹത്തിൽ. ദൈവസ്നേഹം ഒരു വ്യക്തിയുടെ ഉള്ളിൽ തീക്ഷ്ണതരമാകാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ അന്വേഷിച്ചാൽ ഈ ലോകത്ത് നമുക്ക് ലഭിക്കാൻ പറ്റും. ഒരു വ്യക്തിക്ക് ദൈവസ്നേഹം കൂടിക്കഴിഞ്ഞാലേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, നിങ്ങൾ പത്രം കൊടുത്തോ, നിങ്ങൾ കുടമ്പടിയിൽ ഉപവിപ്രവർത്തനം ചെയ്തോ എന്നല്ല. അതൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം ദൈവസ്നേഹത്തെ പ്രതി കാഴ്ചവെച്ചുകൊണ്ട് നിങ്ങൾ ദൈവസ്നേഹത്തിന് നിലവാരം കൂട്ടിയോ എന്നാണ് ചിന്തിക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞെന്താ? സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. ഒന്ന് വായിച്ചേ. 1 കൊറിന്തോസ് 13:7. 1 കൊറിന്തോസ് 13:7. സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. നമുക്ക് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഡാർവിൻ്റെ തിയറി എന്താണ്? സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നാണ്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അതായത് സർവൈവൽ എന്ന് പറഞ്ഞാൽ അതിജീവനം. ആരാണ്? അതായത് ശക്തൻ്റെ അതിജീവനമാണ്. അപ്പോൾ ഈ ശക്തനെന്നാ പറഞ്ഞാൽ ആരാണ്? ശരിക്കും പറഞ്ഞാൽ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നത് ശക്തിയാണ്. ആ ശക്തി ഏതാണ് ബൈബിൾ ഉദ്ദേശിക്കുന്നത്? ദൈവസ്നേഹമാണ്. അതറിയണമെങ്കിൽ ഇപ്പം നമ്മുടെ യാക്കോബില്ലേ, അതായത് യാക്കോബ് ആ ലേയായെ ഭയങ്കര ഇഷ്ടമായിരുന്നു. യാക്കോബിനല്ലേ, യാക്കോബിന് ലേയായെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ. ലേയ അല്ല, റാഹേലിനെ. ലേയാലിനെ അയാൾ പറഞ്ഞ പൂച്ചക്കഞ്ഞിനെയാണെന്നൊക്കെ, അത് അഭിഷേകമില്ലാതെ കൊണ്ട് പൂച്ചക്കണ്ണി എന്നൊക്കെ പറയണതേ. റാഹേലിലേക്ക് അഭിഷേകം അല്ല, ലേയായിൽ അദ്ദേഹത്തിന് അഭിഷേകമില്ല. ചിലപ്പോൾ ആ പൂച്ചക്കണ്ണുകാർ വേറെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും, അവർക്ക് അഭിഷേകമുണ്ട്. അതാണ് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടാത്തവർ വേറെ ചില ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ദൈവം ഓരോരുത്തർക്ക് നിശ്ചയിച്ചേക്കണമുണ്ടല്ലേ. പക്ഷേ ഇയാൾ തെറ്റി വേറെ ഒരു സെൽഫ് ലവായിട്ട് റാഹേലിനെ ഇഷ്ടപ്പെട്ടപ്പോൾ കുറേ ലാബാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചേർത്ത് നിർത്തി അനിയത്തേക്ക് അടിക്കുന്ന പരിപാടിയൊന്നുമില്ല, നീ വേറെ ജോലി ചെയ്യും, അപ്പം നിനക്ക് വേണമെങ്കിൽ റാഹേലിനെ കല്യാണം കഴിപ്പിച്ച് തരാം. പക്ഷേ എന്നിട്ട്
ഇപ്പം പിന്നെ കഷ്ടപ്പെട്ട് എല്ലൊടിഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങി. രാത്രി പോലെ ഉറക്കം നിന്ന് ഓട്ടോയൊക്കെ എടുത്ത് ജോലി ചെയ്യാൻ. അവസാനം എന്താ പറയുന്നറിയാം? എന്താ പറഞ്ഞതൊക്കെ 29:20 ഉൽപ്പത്തി 29:20 എടുത്തേ. അങ്ങനെ റാഹേലിന് വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. 7 കൊല്ലം എല്ല് പണിയെടുത്തു. അവളോടുള്ള സ്നേഹം കാരണം ആ വർഷങ്ങൾ ഏതാനും നാളുകളായേ അവന് തോന്നിയുള്ളൂ. അവന് സ്നേഹം കൂടിയപ്പ അത് ലെവൽ വർദ്ധിക്കണം. ശബരിൽ പിതാവ് പറഞ്ഞ കറക്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്തെ കീഴടക്കാനും പൗലോസ് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിജീവിക്കാനും നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയിലൂടെ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഉടമ്പടിയിലൂടെ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തിനെ അടിസ്ഥാനപ്പെടുത്തി ചെയ്തിട്ട് വരുമ്പോൾ, ദൈവസ്നേഹം നമ്മൾ വർദ്ധിച്ചു വരുമ്പോൾ നമുക്കിതിനെല്ലാത്തിനും ജീവിതത്തെ അതിജീവിക്കാൻ കഴിയും. അതാണ് ഈ സർവ്വലോകി ഫിറ്റ്നസ് എന്ന് പറയുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ പരിശുദ്ധ ദേവാലയത്തിൽ കൊണ്ടുവരുന്നതിനും അമ്മ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ ഏറ്റുപറയുന്നതിനും തന്ന സാഹചര്യത്തിന് അമ്മയോട് 1000 നന്ദി പറയുന്നു. ഈശോയോടും 1000 നന്ദി പറയുന്നു. ഞങ്ങളുടെ ഉടമ്പടി ജീവിതം സ്റ്റാർട്ടായത് ആക്ച്വലി ഓൺലൈൻ ഉടമ്പടി വഴിയാണ്. അതിനു മുൻപ് 2024 ജൂലൈ ഞങ്ങളെപ്പോഴൊക്കെ വെക്കേഷന് വന്നിട്ടുണ്ടോ, എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് ഞങ്ങളെ വന്ന് ക്ഷണിക്കുകയും കൃപാസനത്തിൽ പോയി തീർത്ഥാടന ഉടമ്പടി എടുക്കാം എന്ന് പറയുകയും ചെയ്തിട്ടും ഞങ്ങൾ ആ ചാൻസുകളെല്ലാം മിസ് ചെയ്യുകയും, ഞങ്ങൾക്ക് അത്രയ്ക്ക് ഞങ്ങളൊരു വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇതൊന്നും ചെയ്യാതെ ഞങ്ങളന്ന് കിട്ടിയ ചാൻസുകളെല്ലാം മിസ് ചെയ്ത് ആ സുഹൃത്ത് കൊണ്ടുവന്ന് തന്ന ഒരു നീലത്തിരിയും പച്ചത്തിരിയും കൊണ്ട് ഞങ്ങളിവിടെ നിന്ന് 2024 വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ചില അനുഭവങ്ങൾ കൊച്ചി എയർപോർട്ടിൽ വെച്ചുണ്ടായി. ഹാൻഡ് ലഗേജിലാണ് ഞങ്ങൾ ആ മെഴുകുതിരികൾ വെച്ചിരുന്നത്. അതിവിടെ ബ്ലെസ്ഡ് ആണ്, മാതാവിൻ്റെ തിരികളാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ ചെക്ക്ഡ് ലഗേജിലേക്ക് വിട്ടില്ല. ഞങ്ങൾ ഹാൻഡ് ലഗേജിൽ വെച്ചിരുന്ന ആ തിരികൾ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫ് വാങ്ങി വയ്ക്കുകയും വാക്സ് അലൗഡ് അല്ല എന്ന് പറഞ്ഞ് അത് ഞങ്ങൾക്ക് തരാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തു. വൈഫ് അവിടെ പോയി എല്ലാവരുടെ അടുത്തും എക്സ്പ്ലെയിൻ ചെയ്തു, ഇത് കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നുള്ള തിരികളാണ്, ബ്ലെസ്ഡ് ആണ്, ഇത് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ പോലും വേറെ ആർക്കും, നിങ്ങൾ ഡസ്റ്റ്ബിന്നിൽ ഇത് ഇടരുത്, വേറെ ആർക്കും ഇത് കൊടുക്കരുത്, ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫ് ഇമ്മീഡിയറ്റായി എയർലൈൻ സ്റ്റാഫിനെ വിളിക്കുകയും ആ സ്റ്റാഫ് ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ആ സുഹൃത്തിൻ്റെ പേര് വർഗീസ് എന്നും ആ സുഹൃത്തിന് കൃപാസനത്തിനെക്കുറിച്ച് ഓൾറെഡി അറിയാവുന്നതുമായിരുന്നു. എൻ്റെ പാസ്പോർട്ട് വാങ്ങി അവിടെ വെച്ച് എന്നെയും കൊണ്ട് വീണ്ടും താഴെ കൗണ്ടറിൽ പോയി അവിടെ ഒരു അഡീഷണൽ ലഗേജായി ഒരു ചെറിയ ബാഗിൽ ഈ 2 മെഴുകുതിരികളും വെച്ച് ഞങ്ങൾക്ക് അത് ഷാർജയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സൗകര്യം ആ സുഹൃത്ത് ചെയ്തു തന്നു. ഒരു അപകടവും കൂടാതെ 2 മെഴുകുതിരികൾ മാത്രമുള്ള ചെറിയ ബാഗ് ഞങ്ങൾക്ക് സേഫായി ഷാർജയിൽ കിട്ടുകയും ഞങ്ങളത് ഉപയോഗിച്ച് പിന്നീട് പ്രേ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം വൈഫ് ഒരു ലൈറ്റ് പ്രയർ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രേ ചെയ്തിരുന്നു, വീടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി. അത് പക്ഷെ നടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ തിരികൾ കിട്ടി. ഈ തിരികൾ വെച്ച് പ്രേ ചെയ്തതിന് ശേഷം അവിടെ ഒരു വേക്കൻസി ഉണ്ടാവുകയും വൈഫിന് അവിടെ ജോലി കിട്ടുകയും ചെയ്തു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ 10 ഡേയ്സിനുള്ളിൽ ആ ജോലിക്ക് ജോയിൻ ചെയ്യണമായിരുന്നു. 10 ഡേയ്സിനുള്ളിൽ ജോലി ചെയ്യുമ്പോൾ വൈഫ് മുന്ന് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ പ്രോപ്പറായിട്ടുള്ള ഒരു 1 മന്ത് നോട്ടീസ് പീരീഡ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ഒരു അനിഷ്ടക്കേട് ഉണ്ടാക്കുകയും ചെയ്തു. മുന്ന് ജോലി ചെയ്തിരുന്ന സ്ഥാപനം വൈഫിൻ്റെ പേരിൽ ഒരു വ്യാജ കേസ് കൊടുക്കുകയും ആ കേസിൽ വൈഫ് അവർക്ക് 8,833 ദിർഹം, അന്നത്തെ ഇവിടുത്തെ 2 ലക്ഷം രൂപ കൊടുക്കണമെന്ന് കാണിച്ച് കോർട്ടിൽ ഒരു വ്യാജ കേസ് വൈഫിൻ്റെ പേരിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തു. ഞങ്ങളെല്ലാം വല്ലാത്ത ടെൻഷനിലായി. കാരണം ഉണ്ടായിരുന്ന ജോലിയും പോയി, ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച ജോലിയും പോകുന്നൊരു സിറ്റുവേഷനിലായപ്പോൾ ഞങ്ങളെല്ലാവരും ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഈ ഒരു നിയോഗം വെച്ച് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഞങ്ങൾക്ക് കോർട്ടിൽ നിന്നും നോട്ടീസ് വന്നു, 8,833 ദിർഹത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നിങ്ങളുടെ പേര് രജിസ്റ്റർ ആയിട്ടുണ്ട്,
അന്ന് വൈകുന്നേരം പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് വൈഫ് ഒരു സ്വപ്നം കാണുകയുണ്ടായി. വൈഫ് ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുകയായിരുന്നു. ജോസഫ് അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ചേർന്ന് ഒരു എൻവലപ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ എൻവലപ്പിൻ്റെ മുകളിൽ 3833 എന്ന ഒരു എമൗണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണാവും ഇങ്ങനൊരു മെസ്സേജ് വന്നതെന്ന് ആലോചിച്ചു. പിറ്റേ ദിവസം വൈഫ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് ജോസഫ് അച്ഛൻ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും മൊബൈലിൽ ഒരു മെസ്സേജ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈലിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുക എന്ന് പറഞ്ഞു. വൈഫ് അങ്ങനെ ചെയ്യുകയും വിതിൻ 1 hour മെസ്സേജ് വരികയും ചെയ്തു. കോർട്ടിൽ നിന്ന് മെസ്സേജിൽ എഴുതിയിരുന്നത് 3833 രൂപ ഫൈൻ അടയ്ക്കണമെന്നായിരുന്നു. ഇത് തലേ ദിവസം രാത്രി തന്നെ മാതാവ് സ്വപ്നത്തിൽ കൂടെ വൈഫിനെ കാണിച്ചു കൊടുത്തിരുന്നു, ഇതാണ് നീ അടയ്ക്കാൻ പോകേണ്ട ഫൈൻ. പക്ഷേ ഇതൊന്നുമല്ലായിരുന്നു മാതാവ് ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്നത്. അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ലോയറിനെ കാണാൻ പോയി. ഞങ്ങളുടെ കൺസെൻറ്റ് അറിയിച്ചു, ഞങ്ങൾ ഈ പൈസ അടയ്ക്കാൻ തയ്യാറാണ് കോടതിയിൽ. അങ്ങനെ ലോയർ അതൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കോടതിയിൽ. ലോയർ പറഞ്ഞു, ഇന്നെന്തായാലും ഡ്യൂട്ടി ടൈം കഴിഞ്ഞിരിക്കുന്നു, നാളെ ഫ്രൈഡേ ആണ്, നാളെ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്കിനി മൺഡേ കോടതിയിൽ നിന്ന് മെസ്സേജ് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. മൺഡേ കോടതിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ മെസ്സേജ് മാതാവ് ഞങ്ങൾക്ക് ഫ്രൈഡേ തന്നെ അയച്ചു തന്നു. ഞങ്ങളോട് മൺഡേ കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജായിരുന്നു വന്നത്. മൺഡേ ഞങ്ങൾ കോടതിയിൽ പോയി. അവിടെ റിസപ്ഷനിൽ അന്വേഷിച്ചു, ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അവർ പറഞ്ഞു, നിങ്ങൾ മുകളിൽ സെക്ഷനിൽ പോയി പറയുക, അവർ അതിൻ്റെ ഡോക്യുമെൻ്റ് തരും, ആ ഡോക്യുമെൻ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഈ പൈസ അവിടെ ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കാം. ഞങ്ങൾ ചെക്കുകളെല്ലാം റെഡിയാക്കിയിട്ടാണ് അവിടെ പോയത്. അവിടെ ചെന്ന് ആ ഡോക്യുമെൻ്റ് വാങ്ങി താഴെ വന്നപ്പോൾ റിസപ്ഷനിലുണ്ടായിരുന്ന ആൾക്ക് ഡോക്യുമെൻ്റ് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ ഈ പണം അടച്ചുവോ? ഞങ്ങൾ പറഞ്ഞു, ഈ പണം ഞങ്ങൾ അടച്ചിട്ടില്ല, ഞങ്ങളോട് അടയ്ക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് NOC ആണ് തന്നിരിക്കുന്നത്, പണം അടയ്ക്കാനുള്ള പേപ്പർ അല്ല, ഇത് NOC ആണ്, നിങ്ങൾക്കിനി പണം അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു ഇത് സംഭവിച്ചതും ഇതുണ്ടായതുമെല്ലാം മാതാവ് മുഖേനയും മാതാവ് മൂലവുമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിനുശേഷം 1-2 ഓഫീസുകളിൽ ഞങ്ങൾക്ക് ക്ലിയറൻസ് എല്ലാം കിട്ടാനുണ്ടായിരുന്നു. അവിടെയെല്ലാം ഫോൺ ചെയ്യുമ്പോൾ അവർക്കെല്ലാം ചോദിക്കാനുണ്ടായിരുന്ന ഒരേ ഒരു ചോദ്യമായിരുന്നു, നിങ്ങൾ പൈസ അടച്ചുവോ? പൈസ അടച്ചില്ല എന്ന് പറയുമ്പോൾ അവർ കൺഫ്യൂസ്ഡായി, ഓക്കെ ദിസ് വിൽ ടേക്ക് 7 to 10 വർക്കിംഗ് ഡേയ്സ് വെയിറ്റ് എന്ന് പറയും. അപ്പോഴെല്ലാം ഞങ്ങൾ തീവ്രമായി പ്രാർത്ഥിക്കുകയും വിതിൻ 2 days ടൈം ഞങ്ങൾക്ക് വേണ്ട എല്ലാ ക്ലിയറൻസും കിട്ടുകയും ചെയ്തു. ഒടുവിൽ ഞങ്ങൾക്ക് അവിടുത്തെ ലേബർ കോർട്ടിൽ നിന്ന് മെസ്സേജ് വന്നു, എല്ലാം ക്ലിയർ ആയിരിക്കുന്നു, നിങ്ങളുടെ ലേബർ കോൺട്രാക്റ്റ് വിത്തൗട്ട് ബാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ വേറൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും ഞങ്ങൾക്ക് അവിടെ നിന്ന് മാതാവ് വാങ്ങിച്ചു തന്നു. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഞാൻ ഒരുപാട് ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഞാൻ ജോലിക്ക് പോകുമ്പോൾ രാവിലെ 1.5 മണിക്കൂർ, വൈകിട്ട് 1.5 മണിക്കൂർ ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട്. ഈ സമയത്തെല്ലാം അവിടുത്തെ ഒരു ജീവിതശൈലി കാരണം നമുക്ക് ഒരുപാട് ഉറക്കം വരും. ഒരു ദിവസം ഉറക്കം വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഭയങ്കരമായിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ നിമിഷം എൻ്റെ കാറിൻ്റെ ഉള്ളിൽ മുഴുവൻ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം പരത്തി തന്നു മാതാവ്. അതോടുകൂടി എൻ്റെ ഉറക്കമെല്ലാം ആവിയായിപ്പോയി, ഞാൻ നോർമലായി മാറി. അതിനുശേഷം പിന്നെ ഒരു ദിവസം എനിക്കൊരു അവിടെ എല്ലാ സ്ഥലത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്യാമറകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓവർ സ്പീഡിങ്ങിന് വേണ്ടി. എൻ്റെ അറിവിൽ നമുക്ക് സ്പീഡോമീറ്ററിൽ കാണാം നമ്മൾ ഓവർ സ്പീഡ് ആകുന്നത്. അപ്പോഴൊക്കെ ഞാൻ ഒന്നുകിൽ സാക്ഷ്യം കേൾക്കുകയായിരിക്കും, അല്ലെങ്കിൽ ധ്യാനം കൂടുകയായിരിക്കും ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ. സ്പീഡോമീറ്റർ ഓവറായി അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്തു എന്ന് മനസ്സിലാവുന്ന നിമിഷം ഞാൻ മാതാവിനോട് പറയും, മാതാവേ അങ്ങയുടെ ഇഷ്ടം, ഫൈൻ അടയ്ക്കണമെങ്കിൽ ഞാൻ ഫൈൻ അടയ്ക്കാം. പക്ഷേ എന്നെ 6 ഫൈൻ അടയ്ക്കുന്നതിൽ നിന്നും മാതാവ് രക്ഷിച്ചു. എൻ്റെ പേരിൽ 6 ഫൈൻ രജിസ്റ്റർ ആയിട്ടില്ല. ഇനി എൻ്റെ മകൻ ജോഹാനുണ്ടായിട്ടുള്ള കുറച്ച് സഹായങ്ങൾ മാതാവിൻ്റെ അടുത്ത് കിട്ടിയതും ജോഹാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അമ്മയുടെ ഈ കേസിന് വേണ്ടി ഞാൻ ഓൺലൈൻ കവനൻ്റ് അന്ന് എടുത്തിരുന്നു. അപ്പോൾ ഞാൻ 12th സമയം നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെക്കണമല്ലോ, ഏത് കോളേജിൽ പോകണം, ഏത് ഡിഗ്രി എടുക്കണം. ഞാൻ എൻ്റെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ മോള് ഇലക്ട്രിക്കൽ എൻജിനീയറായി.
ഇലക്ട്രിക്കൽ എൻജിനീയറായി നല്ലൊരു MNCയിൽ വർക്ക് ചെയ്യുന്ന കണ്ടിട്ട് ഞാനും ആലോചിച്ചു ഇലക്ട്രിക്കൽ എൻജിനീയറിങ് എടുക്കാം. UAE അവിടെ ഒരു അമേരിക്കൻ കോളേജ് ഉണ്ട്, അവിടെ തന്നെ പഠിച്ച് ഇറങ്ങി ഒരു നല്ല ജോലിക്ക് കയറാമെന്ന് വെച്ചിരിക്കുമ്പോൾ ഒരു ദിവസം കുർബാനയ്ക്ക് പോയതാണ്. അവിടെ ഞാൻ കർത്താവിനോട് ചോദിച്ചില്ല, ഒന്നും തന്നെ ഇതിനെപ്പറ്റി ഞാൻ ചോദിച്ചില്ല കർത്താവിനോട്. പക്ഷേ 3 വാക്കുകൾ അന്ന് എൻ്റെ ഉള്ളിൽ കർത്താവ് ഇട്ട് തരാണ് മാസിൻ്റെ ഇടയിൽ. ഒന്നാണ് മെക്കാനിക്കൽ, പിന്നെ സ്പേസ്, പിന്നെ ബിറ്റ്സ്. മെക്കാനിക്കൽ എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ആലോചിക്കാത്തൊരു സബ്ജക്റ്റായിരുന്നു. സ്പേസ് എന്നൊക്കെ വല്ല എൻസൈക്ലോപീഡിയ വായിച്ചു എന്നല്ലാതെ എനിക്ക് സ്പേസിനെ പറ്റിയൊന്നും അറിയില്ല. പിന്നെ ബിറ്റ്സ് പിലാനി ദുബായിലൊരു ക്യാമ്പസ് ഉണ്ട്, ഞാൻ അവിടെ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ അടുത്ത ദിവസം ഞാൻ മൺഡേ സ്കൂളിൽ പോയതാണ്. സ്കൂളിൽ പോയപ്പോൾ അവിടെ ഒരു ഇന്ത്യൻ കോളേജുകൾ മാത്രം ഒരു എക്സിബിഷൻ നടക്കായിരുന്നു എൻ്റെ സ്കൂളിൽ 11th and 12th കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ ബിറ്റ്സ് പിലാനിയുടെ ക്യാമ്പസും ഉണ്ടായിരുന്നു അവിടെ. ഞാൻ അവിടെ ചെന്നു. അവിടുത്തെ പാംഫ്ലെറ്റിൽ മെക്കാനിക്കൽ സ്പെഷ്യലൈസ്ഡ് ഇൻ എയറോസ്പേസ് കോഴ്സാണ് ഞാൻ കാണുന്നത്. ഇതിനു മുമ്പ് വെബ്സൈറ്റിൽ പല പ്രാവശ്യം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആകെ 5 മെയിൻ എൻജിനീയറിങ് കോഴ്സേ അവൈലബിൾ ആയിട്ട് കാണുന്നുള്ളൂ. പക്ഷേ അതൊരു പുതിയ കോഴ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു. അങ്ങനത്തെ ഒരു നിയോഗം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അപ്പോൾ എന്താ ചെയ്യുക, ആകെ മൊത്തം കൺഫ്യൂഷനായി. എന്നിട്ട് ലാസ്റ്റിൽ ഞാൻ ഇത് തന്നെ പിടിച്ച് ഈ ബിറ്റ്സിൻ്റെ ഇതിൽ തന്നെ ചേർന്നു. ഇപ്പം എൻ്റെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയിരിക്കുക. ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇയർ എൻ്റെ തുടങ്ങാൻ പോവാം സെപ്റ്റംബർ. അപ്പോൾ ബിറ്റ്സ് പിലാനിന്ന് എൻ്റെ മെയിൽ ID ഒക്കെ വന്നപ്പോൾ എനിക്ക് അവിടുത്തെ മെക്കാനിക്കൽ HODയുടെ ഇൻഡക്ഷൻ മെയിൽ, വെൽക്കം മെയിൽ പോലെ വരാണ്. ഒക്കെ വായിച്ച് നോക്കി. ലാസ്റ്റിൽ നോക്കുമ്പോൾ അങ്ങനെ ആദ്യ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാർഡ്, പിന്നെ സാറിൻ്റെ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ അടിയിൽ സാർ ഒരു വചനം എഴുതി വെച്ചിരിക്കുക, ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ലീഡ് നോട്ട് ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്. ദൈവത്തെ വിശ്വസിക്കുക, നമ്മൾ നമ്മുടെ കഴിവോ ബുദ്ധിയിലൊന്നും ആശ്രയിക്കരുത്. ഇത് കഴിഞ്ഞ് എൻ്റെ 12th ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞു. എനിക്ക് PCMC എൻ്റെ കോർ സബ്ജക്റ്റുകളിലൊക്കെ 95 തന്ന് മാതാവ് സഹായിച്ചു. ഇതിൻ്റെ മുമ്പ് ബോർഡ് എക്സാമിൻ്റെ മുമ്പ് നമ്മൾ ആലോചിച്ചു ജോസഫ് അച്ഛൻ അവിടെ വന്നിരുന്നെങ്കിൽ ഒരു ബ്ലെസ്സിങ്ങോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു എൻകറേജ്മെൻ്റ് ആയതിനെന്ന് വെച്ചിരിക്കുമ്പോഴാണ് ജോസഫ് അച്ഛൻ ഷാർജ പള്ളിയിൽ ധ്യാനത്തിന് വേണ്ടി വരുന്നത്. 4 ദിവസത്തെ ആ ധ്യാനം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആലോചിച്ചു 2 ദിവസം പോവാം, കാരണം അത് February 1st വീക്ക് അങ്ങാണ്ടായിരുന്നു. 2nd or 3rd വീക്ക് തൊട്ട് ബോർഡ് എക്സാം സ്റ്റാർട്ടാവുക. അപ്പോൾ ആ ട്യൂഷനുകളും പഠിത്തത്തിൻ്റെ തിരക്കിലും. പക്ഷെ നമ്മൾ 4 ദിവസവും കൂടി അച്ഛൻ അന്ന് പറഞ്ഞ കണ്ടിന്യൂറ്റിനെ പറ്റി, യോഹന്നാൻ 15, ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത വചനങ്ങളായിരിക്കും. അതായത് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക, അച്ഛൻ ഇവിടെയും ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരിക്കലും മറക്കില്ല. അത് കഴിഞ്ഞ് 12th ബോർഡ് എക്സാം കഴിഞ്ഞ് ഒരു നീണ്ട വെക്കേഷനാണ് കോളേജിൽ ചേരുന്നവരെ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഒരു ലൈസൻസ് എടുത്ത് അങ്ങോട്ട് വെക്കാം. ഡ്രൈവിംഗ് ലൈസൻസിന് പോകുമ്പോൾ അവിടെ 4 ടെസ്റ്റാണ്, തിയറി ടെസ്റ്റ്, പാർക്കിംഗ് ടെസ്റ്റ്, അത് 2 സ്മൂത്തായിരുന്നു. പിന്നെ അസസ്മെൻറ്റ് ടെസ്റ്റും ഫൈനൽ ടെസ്റ്റാണ്. അസസ്മെൻറ്റ് തന്നെ ഞാൻ 3 പ്രാവശ്യം പൊട്ടിയിട്ട് 4ാമത്തെ പ്രാവശ്യമാണ് പാസ്സാവുന്നത്. അപ്പോൾ ഫൈനൽ ടെസ്റ്റിന് കടന്നപ്പോൾ ഞാൻ ഒരു ടെസ്റ്റ് ഫെയിലായി വീണ്ടും. എന്നിട്ട് ഞങ്ങൾ നാട്ടിൽ വന്നു. ഇവിടെ നമ്മൾ ഉടമ്പടി, അമ്മയുടെ കേസ് ഒക്കെ മാതാവ് ഊരി തന്നപ്പോൾ നമ്മൾ ഓർത്തു നമുക്ക് കൂടണം, നമുക്ക് ഉടമ്പടി എടുക്കണം, ഉടമ്പടി ജീവിതം ജീവിക്കണം. അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തു. അതിലൊരു നിയോഗമായിട്ട് വെച്ചു എനിക്ക് ലൈസൻസ് കിട്ടണം. എന്നിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീണ്ടും ഞാൻ ടെസ്റ്റിന് പോയി. അതെൻ്റെ 2ാമത്തെ ടെസ്റ്റ് വീണ്ടും പൊട്ടി. എന്നിട്ട് 3ാമത്തെ ടെസ്റ്റിൻ്റെ ടൈമായപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ മറന്നു. അപ്പോൾ അമ്മയുടെ ജോലി സ്ഥലത്ത് വിട്ട് ഞാനും പപ്പയും പോവാണ് ഡോക്യുമെൻറ്റ്സ് എടുക്കാണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഡോക്യുമെൻറ്റ്സും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ വീണ്ടും നമുക്ക് വീട്ടിൽ വരേണ്ടി വന്നു. അപ്പോൾ പപ്പയ്ക്ക് മുട്ടിനും കാലിനൊക്കെ ഒരുപാട് വേദനയൊക്കെ ഉള്ളായിരുന്നുകൊണ്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. അപ്പോൾ മാതാവിൻ്റെ രൂപം നമ്മളിവിടെ ഉടമ്പടി എടുത്ത ശേഷം മേടിച്ചുകൊണ്ട് പോയിരുന്നു. ആ രൂപത്തെ നോക്കി പറഞ്ഞു, മാതാവ് ഇവിടെ ഒന്നും ഇല്ലേ, ഇപ്പോൾ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടായപ്പോൾ മാതാവിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന്
ഇങ്ങനെ മുല്ലപ്പൂടെ മണം സ്പ്രേ അടിച്ച പോലെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പെട്ടെന്ന് തന്നെ ടെസ്റ്റിന് എത്തേണ്ടത് ഒരു തിരക്കിൽ പപ്പ പറഞ്ഞു, മാതാവ് നമുക്കിവിടെ നിന്ന് പോകണ്ടേ എന്ന് പറഞ്ഞപ്പോൾ മാതാവ് നിർത്തി തന്നു. ആ 3ാമത്തെ ടെസ്റ്റ് ഞാൻ പാസ്സായി. അന്ന് തന്നെ എനിക്ക് പാസ്സാവേണ്ട ഒരു റീസൺ എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ എനിക്ക് കോളേജ് സ്റ്റാർട്ടാവും. അപ്പോൾ ഈ ഒരു 3rd ടെസ്റ്റിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ കോളേജിൻ്റെ പല പല ക്ലാസ്സുകളും മുടക്കിയിട്ട് വേണം എനിക്ക് ലൈസൻസ് എടുക്കാൻ. അതൊരു ടെസ്റ്റ് ഫെയിലായാൽ ചിലപ്പോൾ 5 ക്ലാസ് 10 ക്ലാസ് അഡീഷണൽ എടുക്കാൻ പറയും. പെർ ക്ലാസ് 70 ദിറം ചിലവാകും. അതിൻ്റെ മുകളിൽ 300 ദിറം ഇനിയും ഫൈനൽ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ചിലവാകും. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷനിൽ എന്തായാലും മാതാവ് സഹായിച്ചു. ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന വലിയൊരു സംഭവം തന്നെയാണ്. ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സോളമൻ രാജാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഓർമ്മ വരാം. ദാവീദ് മരിച്ചു കഴിഞ്ഞ് സോളമൻ ഇങ്ങനെ നെർവസ് ആയിട്ടിരിക്കുക. എനിക്ക് ഒട്ടും കഴിവില്ല, ഞാൻ വളരെ ചെറുപ്പമാണ്, ഞാൻ ഇങ്ങനെ ഇത്രയും വലിയൊരു രാജ്യത്തെ ഇങ്ങനെ ഭരിച്ചു നടക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ 1000 ബലി സോളമൻ അർപ്പിച്ചിട്ട് ദൈവം പറയാ, നിനക്ക് എന്താ വേണ്ടേ? സോളമൻ ഡയറക്റ്റ് പറഞ്ഞു, കർത്താവ് എനിക്ക് ഇതിനുള്ള കഴിവില്ല. അത് ദൈവം അപ്പോൾ എന്നിട്ട് സോളമൻ പറഞ്ഞു, എനിക്ക് കഴിവുകളൊന്നുമില്ല, കർത്താവ് ജ്ഞാനം തന്നാൽ മതി. ഇത് തന്നെയാണ് എനിക്ക് ഉടമ്പടിയിൽ മനസ്സിലായിട്ടുള്ളതും. നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ കഴിവില്ലായ്മ മൊത്തം അങ്ങോട്ട് കാണിച്ചു വയ്ക്കണം. എന്നിട്ട് ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ്സൊക്കെ പാലിച്ച് ഉടമ്പടി ഒക്കെ നമ്മൾ പാലിച്ച് ജീവിച്ചാൽ ദൈവം നമ്മളെ സഹായിക്കും. ഇനി ഞാൻ അമ്മയ്ക്ക് പ്രേക്ഷിത വേലയായിട്ട് ഞങ്ങൾ 5 ലാംഗ്വേജസിൽ ഇവിടുന്ന് പത്രം മേടിക്കാറുണ്ട്. അത് ലുലു മോളിൽ പോയി കൊടുക്കും, ഹോസ്പിറ്റൽസിൽ പോയി കൊടുക്കും, ചർച്ചിലും കൊടുക്കും. ബട്ട് വെരി റെയർ ആണ്, ബിക്കോസ് അവിടെ വേറെ കമ്മ്യൂണിറ്റീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടാഗലോഗ് പിന്നെ തമിഴ് അതൊക്കെ പള്ളിയിൽ കൊടുക്കും. പള്ളി കൊടുക്കുമ്പം അത് ഓരോ പേപ്പറിൽ വചനം പ്രിൻ്റ് ചെയ്തിട്ട് സ്റ്റേപ്ലർ ചെയ്തിട്ട് അത് കൊടുക്കുന്നത്. പിന്നെ ചേട്ടൻ്റെ ഓഫീസിൽ കുറേ അതർ രാജ്യത്തെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് ഞങ്ങൾ ഉടമ്പടി പത്രം ഓർഡർ ചെയ്യുന്നത്. അപ്പം അവർക്കൊക്കെ ആ പത്രം കാണുമ്പം ഭയങ്കര സന്തോഷത്തോടെ അവർ മേടിക്കുന്നത്. ബിക്കോസ് മാതാവ് എല്ലാവർക്കും ഭയങ്കര നോണാണ് ഈ വേൾഡിൽ. എല്ലാവർക്കും മാതാവിനെ അറിയാം. ഇറസ്പെക്റ്റീവ് ഓഫ് ഏത് റിലീജൻ ആയാലും അവർക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ പേപ്പറിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. അവർ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേരളയിൽ വന്ന് ഞങ്ങൾക്ക് ഇവിടെ ഈ മാതാവിനെ കാണാൻ വരണം. അങ്ങനെയും ഞങ്ങളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അവർ വരുമെന്ന്. അവർക്ക് അവർ ഒരു HR ചേട്ടൻ്റെ ഓഫീസിൽ ഒരു HR ഉണ്ട്, വേറെ റിലീജൻ്റെ ആണ്. അവർ ആഗ്രഹിച്ചിരുന്നു മാതാവിൻ്റെ എന്തെങ്കിലും ഒരു രൂപോ എന്തെങ്കിലും അങ്ങനെ കിട്ടാൻ. പക്ഷെ അത് ചേട്ടനോട് പറഞ്ഞില്ലായിരുന്നു. പക്ഷെ നെക്സ്റ്റ് ഡേ ചേട്ടൻ അതൊന്നും അറിയാണ്ട് അവരുടെ കയ്യിൽ കൊടുത്തപ്പം അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നേ. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നു പത്രത്തിൻ്റെ കൂടെ മാതാവിൻ്റെ എന്തെങ്കിലും രൂപം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. അപ്പം ആദ്യം ഉടമ്പടിയുടെ മുന്നിൽ ഉടമ്പടി എടുക്കുന്ന മുന്നേ ഞങ്ങളുടെ പ്രെയർ ലൈഫൊക്കെ ഭയങ്കര അതൊരു സിസ്റ്റമാറ്റിക് അല്ലായിരുന്നു. അതായത് സമയം കിട്ടിയില്ലെങ്കിൽ പ്രെയർ ഷോർട്ടാക്കും, അങ്ങനെയായിരുന്നു. ലെറ്റ്സ് ഡു ഷോർട്ട് പ്രെയർ, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആ ഫേമസ് അതൊരു ടാഗ് ലൈനായി മാറിയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. പക്ഷേ ഉടമ്പടി ജീവിതം തുടങ്ങിയ പിന്നെ ഡേ എത്ര ഷോർട്ടായാലും ഞങ്ങൾ ഞങ്ങളുടെ പ്രെയർ ഷോർട്ടാക്കില്ല. ഇനിയിപ്പം ഞങ്ങൾ വളരെ ചുരുക്കമാണ് പുറത്ത് തിയേറ്ററിലൊക്കെ ഫിലിം കാണാൻ പോകുന്നത്. അതൊക്കെ നോക്കിയിട്ടും ചെറുപ്പം തൊട്ട് അവനെ ജോഹാനെ എനിക്ക് നിർബന്ധം ഉണ്ടായി അങ്ങനെ ഇങ്ങനെ ഒന്നും പിക്ചറുകളൊന്നും കാണിക്കാണ്ട് അവനെ ഗോഡിൻ്റെ ഒരു ഷാഡോയിൽ വളർത്തണമെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായി. അപ്പം ഞങ്ങൾ ഭയങ്കര ചൂസിയാണ് പിക്ചർ കാണാൻ പോവാൻ. ഇപ്പം അത് കാണാൻ പോവുകയാണെങ്കിലും അതിലും മുന്നേ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി പ്രെയർ ചെയ്യാണ്ട് എവിടെയും പോവില്ല. അങ്ങനെ പിന്നെ ആരെങ്കിലും മുമ്പൊക്കെ ആരെങ്കിലും ഞങ്ങളോട് സ്ട്രേഞ്ചേഴ്സ് ഹെൽപ്പായിട്ട് ചോദിക്കാൻ വന്നാൽ ഞങ്ങൾ കുറേ ക്വസ്റ്റ്യനിങ് ചെയ്യുമായിരുന്നു.
എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, ഇതാണോ അതാണോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഞങ്ങൾ കൊടുക്കേയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നാൽ ഞങ്ങൾ ഒന്നും ചോദിക്കാറില്ല. ഞങ്ങൾ അപ്പം തന്നെ അവരെ ഹെൽപ്പ് ചെയ്യും. ആ കാശോ എന്തെങ്കിലും ഞങ്ങൾ മാനുവലായിട്ട് ഹെൽപ്പ് ചെയ്യണമെങ്കിലും അത് ഈശോയുടെ നാമത്തിൽ എന്നൊരു വാക്ക് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. സോ ഞങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലും വളരെ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന് ഞാൻ എപ്പോഴും എൻ്റെ മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 27-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷാജി മാത്യു ഷാർജ തൻ്റെ കുടുംബത്തോടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് തൻ്റെ അനുഭവം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. വളരെ വ്യക്തതയോടുകൂടിയാണ് തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ ഷാജി മാത്യു പങ്കുവെക്കുകയും ചെയ്തത്. കാരണം ഉടമ്പെടുക്കാനുണ്ടായ കാര്യവും അതേ തുടർന്നാണെങ്കിലും പലതവണ ഇവിടെ വരാനൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിലും ഉടമ്പെടുക്കാതെ കണ്ട് തിരിച്ചു പോകുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും തൻ്റെ സുഹൃത്ത് നൽകിയ പച്ചത്തിരിയിലൂടെ നീലത്തിലൂടെയുമാണ് കൂടുതൽ ഉടമ്പടിയിലേക്ക് അടുക്കുന്നത്. കാരണം ആ തിരിയോട് കാണിച്ച വലിയൊരു സ്നേഹവും പ്രാർത്ഥനയും അത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ളൊരു സാഹചര്യം വന്നപ്പോൾ അത് വെറുതെ കളയരുത്, ബ്ലെസ്ഡാണ്, ആരെങ്കിലേക്ക് ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാരിലേക്ക് ഏൽപ്പിക്കണം എന്നുള്ള തരത്തിലേക്ക് വന്നപ്പോൾ അത് പരിശുദ്ധമ്മയുടെ ഇടപെടലെന്നോണം അത് ഇവരുടെ കരങ്ങളിലേക്ക് തന്നെ വീണ്ടും അത് അയച്ചു കൊടുത്തുകൊണ്ടൊരു സെപ്പറേറ്റ് ബാഗിലാക്കി അയച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ കരങ്ങളിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതേ തുടർന്നാണെങ്കിലും ഇവിടെ ജീവിതത്തിൽ കടന്നു പോയൊരു പ്രതിസന്ധി അത് ഈ വാക്കിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ചെയ്യുന്നത് തൻ്റെ ജീവിതഭാഗങ്ങളുടെ പേരിൽ ഒരു കള്ളക്കേസ് വരികയും എന്നാൽ അതേ തുടർന്നാണെങ്കിലും പല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇത്ര രൂപ അടക്കേണ്ട രീതിയിലേക്കൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടുത്തെ 8,000 ദിർഹം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 2 ലക്ഷം രൂപ ഓളം വരും. എന്നാൽ അത് അടക്കേണ്ട രീതിയിലൊക്കെ വരുമ്പോഴും ഇവർ സ്വപ്നം കാണുകയാണ് അത് ഇത്ര രൂപ മാത്രമായിട്ട് 3000 സംതിങ് രൂപയായിട്ട് മാത്രം അടക്കേണ്ട രീതിയിലേക്ക് വരികയും എന്നാൽ അതേ തുടർന്നുള്ള കേസുകൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഒരു പരിശുദ്ധമായ വലിയ ഇടപെടലെന്ന് പറയുന്നത് ഇവർ കൊടുക്കുന്നതും ഇവരുടെ ഭാഗത്തുനിന്നുള്ള സത്യസന്ധവും നീതിപൂർവ്വമുള്ള പെരുമാറ്റം അത് ഇവർ ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ പൈസ അടക്കേണ്ടതുണ്ടോ എന്നുള്ള തരത്തിലുള്ള NOC ആണ് ഇവിടെ കയ്യിലുള്ള പേപ്പർ എന്ന് പറയുന്നത്. കാരണം ഇവർ പൈസ അടക്കേണ്ട ആവശ്യം തരത്തിലേക്കാണ് വരുന്നത്. എന്നാൽ പൈസ അടക്കണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ പൈസ അടക്കേണ്ട ആവശ്യമില്ലാതെ കണ്ട് വരുന്നത്. കാരണം അവിടെയുള്ള അധികാരികൾക്ക് പോലും എന്താണ് ഇവിടെ നടക്കുന്നുള്ളൊരു വളരെയേറെ കൺഫ്യൂഷനിലേക്കാണ് കടന്നു വരികയും ചെയ്യുന്നത്. എന്നാൽ യാതൊരു വിധമായ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പരിശുദ്ധ ഇടപെടലിലൂടെ ഇവരുടെ ആ കേസ് പിൻവലിക്കുകയും അതേ തുടർന്നാണെങ്കിലും ഇവർക്ക് ലേബർ കോൺട്രാക്റ്റ് വിത്തൗട്ട് ബാൻ എന്ന രീതിയിൽ അത് മാറ്റി നിർത്തിക്കൊണ്ട് പൂർണ്ണമായിട്ട് എല്ലാവിധമായ സാഹചര്യങ്ങളും പരിശുദ്ധ അമ്മ ഒരുക്കി ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതോടൊപ്പം തന്നെയാണെങ്കിലും ഈ കുടുംബത്തിലെ മകൻ ജോഹാൻ്റെ അനുഭവസാക്ഷിയിലും അവൻ ഏത് വിഷയം പഠിക്കണമെന്നുള്ള രീതിയിലേക്ക് കടന്നു വരുമ്പോഴും പ്രാർത്ഥനയിൽ ഒന്നുപോലെ അവൻ ആവശ്യപ്പെട്ടില്ല എങ്കിലും അവൻ്റെ ഉള്ളിൽ ഇപ്രകാരം ഒരു ശബ്ദം കേൾക്കും, ഇന്ന വിഷയങ്ങൾ പഠിക്കണമെന്നുള്ളത്. അത് മെക്ബെത്ത് എയറോസ്പേസ് എഞ്ചിനീയറിങ് പഠിക്കാനായിട്ട് തീരുമാനിക്കുകയും അതേ തുടർന്നാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമെന്നോണം തനിക്ക് ലൈസൻസൊക്കെ പാസ്സാകുകൊണ്ട് അവിടുത്തെ ലൈസൻസ് ടെസ്റ്റ് എന്ന് പറയുക വളരെയേറെ ബുദ്ധിമുട്ടോടുകൂടിയാണ് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. അത് 4 കടമ്പകളുണ്ട്. എന്നാൽ അസസ്മെൻറ്റ് ടെസ്റ്റിൽ പലതവണ ഫെയിലായിട്ടും അത് വീണ്ടും അത് പാസ്സാകുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്തത് പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ടുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടെയുള്ള ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം തന്നെയാണ് ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റുകയും ചെയ്യുന്നത്. ഇനി മുമ്പോട്ടുള്ള ഇവിടെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ കുടുംബത്തെ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ട് ഉയർത്തട്ടെ എന്ന് ഈ അൾത്താരയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.